January 28th, shift 2 in the first question. Let's start with. Consider the elementary reaction A gas plus B gas gives C gas and D gas. If the volume of the reaction mixture is suddenly reduced to 1/3 of initial volume. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ അവർ കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നും റേറ്റ് ലോയിനെ ബേസ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ വായിച്ച ഈ ഒരു സ്റ്റേറ്റ്മെന്റ് reduced to 1/3 of its initial volume. വോളിയം 1/3 കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ 3 മടങ്ങ് കൂടുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ റേറ്റ്? അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ആൻ എലിമെന്ററി റിയാക്ഷൻ. എലിമെന്ററി റിയാക്ഷൻ ആണെങ്കിൽ അയാളുടെ സ്റ്റോക്കിയോമെട്രി തന്നെ ആയിരിക്കും അയാളുടെ റേറ്റ് ലോ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു K into concentration of A raised to 1 into concentration of B raised to 1. അല്ലെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത് ഇയാളുടെ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തുന്നു. വോളിയം റെഡ്യൂസ്ഡ് ടു 1/3 എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ 3 മടങ്ങ് മാറിയെന്നാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഇനിഷ്യലി ഉള്ള റേറ്റ് ഡിവൈഡഡ് ബൈ ഫൈനലി ഉള്ള റേറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ റേസ് ടു അയാളുടെ ഓർഡർ 1 ആണ്, ഇൻടു ബിയുടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ബൈ ബിയുടെ ഫൈനൽ കോൺസെൻട്രേഷൻ റേസ് ടു വാട്ട് കംസ് ദിയർ 1. അപ്പൊ ഇവിടെ ഒരിക്കലും നമുക്കറിയാം ഇനിഷ്യലി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടും അല്ലെ ഫൈനലി നമ്മൾ അയാളുടെ കോൺസെൻട്രേഷൻ 3 മടങ്ങാക്കി എടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയി ഇങ്ങനെ എഴുതാം R1 by R2 is equal to A divided by 3 times of A into B divided by 3 times of B. So we have R1 by R2 is equal to R1 by R2 is equal to 1/9. So രണ്ടാമത്തെ റേറ്റ് ആദ്യത്തെ അപേക്ഷിച്ച് 9 മടങ്ങ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. So your answer in this particular question is 9.